നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിൽ. പുതിയ സ്റ്റേഷൻ കവാടവും ടിക്കറ്റ് കൌണ്ടറും തുറന്നു നൽകി. പുതിയ കെട്ടിടത്തിൽ ഇരുവശങ്ങളിലായി 8 ടിക്കറ്റ് കൌണ്ടറുകൾ സജ്ജീകരിച്ചതോടെ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരം. ഡിസംബർ അവസാനത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് അധികൃതർ. തൃശൂർ പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ഓഫീസിന്റെ ചില്ല് തകർത്തു. മാർച്ച് 3 മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ 6 ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട്. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. വെളയൂർ PHCയിലെ ഫാർമസി ജീവനക്കാരിയെ CPM ഉദയപുരം ബ്രാഞ്ച് സെക്രട്ടറി അപമാനിച്ചതായി പരാതി. സംഭവം ഗർഭിണിയായ യുവതി 3 മാസത്തെ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനെത്തിയപ്പോൾ യുവതി വൈകിയെത്തിയതിനെ ചോദ്യം ചെയ്തെന്നും യുവതിയെ മൊബൈൽ ക്യാമറയിൽ അനുവാദമില്ലാതെ പകർത്തിയെന്നും ആക്ഷേപം. ബ്രാഞ്ച് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ NGO പ്രതിഷേധം. അകമലയിൽ വീണ്ടും ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചെക്കിയാർകുന്ന് മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ. ഗ്രാമസഭയുടെ തീരുമാനത്തിന് സുപ്രീം കോടതി വിധിയുടെ വിലയുണ്ടെന്ന കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്. ഇക്കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രാമസഭാ തീരുമാനത്തെ ലംഘിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കോ അധികാരമില്ലെന്നും അഡ്വക്കേറ്റ് ജോൺ ജോസഫ്. മുതുതല പഞ്ചായത്തിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന UDF. പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷൊർണൂരിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് സമഗ്ര പുനഃസംഘടന സംബന്ധിച്ച സെമിനാർ സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ. പട്ടാമ്പി ബ്ലോക്ക് ക്ഷീരസംഗമം ഓങ്ങല്ലൂരിൽ. സംഗമത്തിൽ ക്ഷീരകർഷകർക്ക് ആദരം. വാർത്തകൾ വിശദമായി. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. സ്റ്റേഷന്റെ പുതിയ പ്രവേശന കവാടം, കെട്ടിടവും ടിക്കറ്റ് കൌണ്ടറും തുറന്നു നൽകി. ഇതോടെ നവീകരണം പുരോഗമിക്കുന്ന സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിൽ ഇടതുഭാഗത്ത് 5 കൌണ്ടറുകളും വലതുവശത്ത് 3 കൌണ്ടറുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മാസങ്ങളായി പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ടിക്കറ്റ് കൌണ്ടറിൽ വലിയ തിരക്കാണ് രാവിലെയും വൈകിട്ടും അനുഭവപ്പെടാറ്. ട്രെയിനിലെ ഇരിപ്പിടത്തിന്റെ അതേ രൂപത്തിലാണ് ഒരു ഭാഗത്ത് ടിക്കറ്റ് കൌണ്ടർ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ടിക്കറ്റ് കൌണ്ടറുകളുടെ എണ്ണം കുറവായതിനാൽ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരാറുണ്ട്. പുതിയ കെട്ടിടത്തിലെ ടിക്കറ്റ് കൌണ്ടർ തുറന്നു നൽകിയതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് അധികൃതർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പുതിയ കവാടത്തിലൂടെ പ്ലാറ്റ്ഫോമിലെത്താം. പുതിയ കെട്ടിടത്തിലെ പണികൾ പൂർത്തീകരിച്ച ശേഷമാണ് തുറന്നു നൽകിയത്. അതേസമയം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് യാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഇപ്പോഴും തുറന്നു നൽകിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12,94 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് സ്റ്റേഷനിൽ പ്രാവർത്തികമാക്കുന്നത്. കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടുകൂടിയുള്ള കവാടം വിപുലീകരിക്കൽ, യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ 5000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യം, റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് സൗന്ദര്യവൽക്കരണം എന്നിവയെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ അഴുക്കുചാൽ നിർമ്മാണം, സുരക്ഷാ ഭിത്തി നിർമ്മാണം എന്നീ പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണ്. ഡിസംബർ അവസാനത്തോടെ എല്ലാ പണികളും പൂർത്തിയാക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ തുറന്നു നൽകാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ KFRI ഓഫീസിന്റെ ചില്ല് തകർത്തു. 3 മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ 6 ഗവേഷണ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു SFI പ്രതിഷേധം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ KFRI ഓഫീസിന്റെ ചില്ല് തകർത്തു. സമരം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസ് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാതിരുന്നതോടെയാണ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കടന്നത്. സംഭവത്തിന് പിന്നാലെ തൃശൂർ സിറ്റി ACPയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയെങ്കിലും
പ്രവർത്തകർ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെളിയൂർ PHCയിലെ ഫാർമസി ജീവനക്കാരിയെ CPM ഉദയപുരം ബ്രാഞ്ച് സെക്രട്ടറി സേതലവി കണ്ടത്തോടെ അപമാനിച്ചതായി പരാതി. ഗർഭിണിയായ യുവതി 3 മാസത്തെ അവധിക്ക് ശേഷം ബുധനാഴ്ച ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം നടന്നത്. യുവതി വൈകിയെത്തിയതിനെ തുടർന്ന് സേതലവി ചോദ്യം ചെയ്തെന്നും യുവതിയെ മൊബൈലിൽ പകർത്തിയെന്നുമാണ് പരാതി. സംഭവത്തിൽ കേരള NGO യൂണിയൻ പ്രതിഷേധിച്ചു. വിവിധ പാർട്ടി നേതാക്കളും പ്രതിഷേധം അറിയിച്ചു. വെളിയൂർ PHCയിലെ ഫാർമസി ജീവനക്കാരിയെ CPM ഉദയപുരം ബ്രാഞ്ച് സെക്രട്ടറി സേതലവി കണ്ടത്തോടെ അപമാനിച്ചു എന്നാണ് പരാതി. ഗർഭിണിയായ യുവതി 3 മാസത്തെ അവധിക്ക് ശേഷം ബുധനാഴ്ച രാവിലെ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം നടന്നത്. യുവതി വൈകിയതിനെ തുടർന്ന് സേതലവി ചോദ്യം ചെയ്യുകയും തൻ്റെ ഫോണിൽ വീഡിയോ പകർത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് സേതലവി യുവതിയോട് അപമര്യാദയായി സംസാരിക്കുകയും ഇതേ തുടർന്ന് യുവതി തലകറങ്ങി വീഴുകയുമായിരുന്നെന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു. യുവതിക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. സുമയ്യ എന്ന സ്റ്റാഫ് കുറച്ച് നാളുകളായിട്ട് ലീവായിരുന്നു, പ്രഗ്നൻ്റ് ആയിട്ട് ലീവായിരുന്നു. പക്ഷേ ആ കുട്ടി ഇന്ന് വന്നപ്പോൾ ഒരു 9:05 മറ്റായിരുന്നു. ആ കുട്ടി വരുമ്പോൾ തന്നെ നമ്മൾ കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പിന്നാലെ സേതലവി കണ്ടത്തോടി എന്ന CPMൻ്റെ പോരാളി എന്ന് പറയും. എല്ലാ ഓരോ വിഷയങ്ങളും ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫാർമസിക്ക് വന്നപ്പോഴും ലാബിലേക്ക് ചെന്നപ്പോഴും അതിൻ്റെ ഇൻഡസ്ട്രിയൽ റൂമിലേക്ക് ചെന്നപ്പോഴും ഓഫീസിൽ കയറുമ്പോൾ ഒക്കെ പുറകിൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ അതിൽ കുട്ടിയാണെങ്കിൽ കുറച്ച് ടയർഡായിരുന്നു. കാരണം പ്രഗ്നൻ്റായ കുട്ടിയാണ്. അതിൻ്റെ ലീവിലായിരുന്നു, ഒരു 1 ജോയിൻ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് വോമിറ്റിംഗ് ഉണ്ടായപ്പോൾ അതിനൊരു 5 മിനിറ്റ് വൈകി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേശം വൈകി. അതിലാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമ്മർദ്ദം പുറകിൽ നടന്ന് ഇങ്ങനെ സത്യം ചെയ്തപ്പോൾ ആ സമ്മർദ്ദം താങ്ങാതെ കുട്ടി പെട്ടെന്ന് തളർന്ന് വീഴുകയും സംഭവത്തിൽ വെളിയൂർ PHC ജീവനക്കാർ പ്രതിഷേധിച്ചു. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ DMOയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ രംഗത്തെ ജീവനക്കാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തീർത്തും പ്രതിഷേധാർഹമാണെന്നും സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കേരള NGO പ്രതിനിധി അറിയിച്ചു. ജീവനക്കാരുടെ നേരെ ആക്രമിക്കുകയും അസഭ്യം പറയുന്ന ഒരു രീതി അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് കേരള NGO എന്ന സംഘടനയ്ക്ക് പറയാനുള്ളത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് കാര്യമാണ്. ഞങ്ങളിതിനെ സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗ്രാമസഭയുടെ തീരുമാനത്തിന് സുപ്രീം കോടതി വിധിയുടെ വിലയുണ്ടെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്. ഗ്രാമസഭാ തീരുമാനത്തെ ലംഘിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കോ അധികാരമില്ലെന്നും പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജോൺ ജോസഫ് ചൂണ്ടിക്കാട്ടി. സർവോദയ കേന്ദ്രവും കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്ത് രാജ് മൂവ്മെന്റും സംയുക്തമായി ഗ്രാമസഭയിലെ ജനങ്ങൾക്കുള്ള അധികാരത്തെക്കുറിച്ചും ഗ്രാമസഭയുടെ ചുമതലകളെക്കുറിച്ചും പഠിക്കുന്നതിനും ഇടപെടുന്നതിനുമായാണ് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമസഭയുടെ തീരുമാനത്തിന് സുപ്രീം കോടതി വിധിയുടെ വിലയുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഗ്രാമസഭയുടെ തീരുമാനത്തെ ലംഘിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കോ അധികാരമില്ലെന്നും പരിശീലന പരിപാടിയിൽ ക്ലാസ്സെടുത്ത കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്ത് രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ചൂണ്ടിക്കാട്ടി. ഗ്രാമസഭയുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ വികസന ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, മോണിറ്ററിംഗ്, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ പൗരസമൂഹം ക്രിയാത്മകമായി ഇടപെടുന്നതിനുള്ള സംവിധാനമുണ്ടാക്കി ഭരണവികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുതുതല ഗ്രാമപഞ്ചായത്തിൽ അശാസ്ത്രീയമായാണ് വാർഡ് വിഭജനം നടത്തിയതെന്നാരോപിച്ച് പഞ്ചായത്തിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് PT മുഹമ്മദ് മാസ്റ്റർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അനുവദിക്കുക
പഞ്ചായത്തിൽ ഭരണകെടുകാര്യസ്ഥതയാണ് നടക്കുന്നതെന്നും BJPയുമായി കൂട്ടുപിടിച്ച് CPM രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തുകയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൊടുമുണ്ട സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് PT മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ധർണയുടെ ഉദ്ദേശം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വേറെ ഒരു പാർട്ടിയും ഭരിക്കാത്ത ഈ പഞ്ചായത്തിൽ ഇത്രയും കാലം ഭരിച്ചിട്ടും മറ്റ് പഞ്ചായത്തുകളുമായി തുലനം ചെയ്യുമ്പോൾ യാതൊരു പുരോഗതിയും ഇതുവരെയും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്. അതൊരു പക്ഷേ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ദാർഢ്യവും അവർക്കുണ്ട് എന്ന് മനസ്സിലാവും. പല പ്രാവശ്യം UDF ഇവിടെ സമരം നടത്തിയിട്ടും അത് ജനാധിപത്യ മര്യാദ രീതിയിൽ പ്രതിഷേധിച്ചിട്ടും യാതൊരു കാര്യവും നടക്കാത്തൊരു പഞ്ചായത്ത് ആണ് നമ്മുടെ മുതൽ പഞ്ചായത്ത്. ഇപ്പോൾ അവസാനമായി ഒരു വാർഡ് വിഭജനം നടന്ന സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ പ്രതിഷേധ കുറിപ്പുകളും ഞങ്ങളുടെ ആ രീതികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരനക്കവും കാണുന്നില്ല. ഒരു ഉദാഹരണം പറയണം. നമ്മൾ ഇപ്പം ഞാനീ പ്രസംഗിച്ച് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം നേരെ അങ്ങോട്ട് മുറിച്ചിരിക്കുകയാണ്. ഈ പറമ്പിൻ്റെ നടുക്ക് കൂടെ KR നാരായണസ്വാമി മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ, നേതാക്കളായ KM ഹനീഫ, മാനു, KV കബീർ, സൈനുലബുദ്ദീൻ, KP മണി, അലിമോൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായാണ് 2600 ലിറ്റർ സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവർ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരിക്കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയയാൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ സമഗ്ര പുനഃസംഘടന സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മലബാർ പ്രദേശത്ത് എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഷൊർണൂർ. റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും തൊഴിലുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഷൊർണൂർ നടത്തുന്നത്. സ്പാറ്റോ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് V ജിതേഷ് സ്വാഗതം പറഞ്ഞു. മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബോർഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. മെറ്റൽ ഇൻഡസ്ട്രീസ് മുൻ ഡയറക്ടറും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ MR മുരളി, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സ്പാറ്റോ ജനറൽ സെക്രട്ടറി ആനക്കൈ ബാലകൃഷ്ണൻ സെമിനാറിൽ മോഡറേറ്ററായി. സംസ്ഥാന കമ്മിറ്റി മുൻ സെക്രട്ടറി PT അജയകുമാർ വിഷയം അവതരിപ്പിച്ചു. മെറ്റൽ ഇൻഡസ്ട്രീസ് MD K ലക്ഷ്മിനാരായണൻ, മലബാർ സിമൻസ് ലിമിറ്റഡ് ഡയറക്ടർ SB രാജു, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ എന്നിവർ പ്രതികരണ പ്രഭാഷണം നടത്തി. മെറ്റൽ ഇൻഡസ്ട്രീസ് എംപ്ലോയീസ് യൂണിയൻ INTUC പ്രസിഡന്റ് TH ഫിറോസ് ബാബു, മെറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് യൂണിയൻ CITU പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ,
മെറ്റൽ ഇൻഡസ്ട്രീസ് യൂണിയൻ BMS പ്രതിനിധികളായ PK രവീന്ദ്രനാഥ്, ശശി ചോറോട്ടൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സ്പാറ്റോ പാലക്കാട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി AS അനീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ടെ നെൽകർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഏറ്റവുമേറെ ഉയർത്തിക്കാട്ടിയ വിഷയമായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് രാഹുൽ നിവേദനം നൽകിയത്. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിവേദനത്തിലുണ്ട്. കൈകാണിച്ചിട്ടും ബസ് നിർത്താത്തതിനെ തുടർന്ന് മാങ്കുറിശ്ശിക്ക് സമീപം സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറ്. മിന്നൽ പണിമുടക്ക് നടത്തി പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗുരുവായൂർ പാലക്കാട് റൂട്ടിലോടുന്ന സുപ്രഭാതം ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. മാങ്കുറിശ്ശിക്ക് സമീപം സ്റ്റോപ്പില്ലാത്ത ഭാഗത്ത് ചിലർ ബസ്സിനെ കൈകാണിച്ചിട്ടും ബസ് നിർത്തിയില്ല. ഇതിൽ പ്രകോപിതരായാണ് ഇവർ കല്ലേറ് നടത്തിയത്. കല്ലേറിൽ ബസ്സിന്റെ പിൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗുരുവായൂർ പാലക്കാട് റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് ആവശ്യപ്പെട്ടു. രീതിക്കുള്ള മുന്നോട്ട് പോകുന്ന ഒരു നടപടി കുറേ മാസങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ അത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്നവരെ നടപടിയെടുക്കണമെന്നും അത് നിയമത്തിന്റെ മുന്നിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് തൊഴിലാളികൾ ഒരു പണിമുടക്കിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ മുസ്ലിം സംഘത്തിന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ ട്രെയിൻ തട്ടി ഹോട്ടൽ ജീവനക്കാരൻ മരിച്ചു. തേനൂർ അത്താഴപ്പറ്റക്കാവ് എണ്ണപ്പാടം വീട്ടിൽ ചാമിയുടെ മകൻ ഭാസ്കരനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 സംഭവം. ചരക്കുവണ്ടി കടന്നുപോയതിനു ശേഷം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ട്രെയിൻ തട്ടുകയായിരുന്നു. ചെന്നൈയിൽ ഹോട്ടൽ ജീവനക്കാരനായ ഭാസ്കരൻ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. തേനൂർ തിരുവഞ്ചിക്ക് സമീപമാണ് അപകടം നടന്നത്. മൃതദേഹം ജില്ലാശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകി. ഭാര്യ പുഷ്പലത, മക്കൾ നിതീഷ്, നിഷ, മരുമകൻ രാജേന്ദ്രൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അകമലയിൽ വീട്ടുവളപ്പിലെത്തി ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. അകമല ചക്യാർകുന്ന മേഖലയിലാണ് കാട്ടാനകളെത്തി നാശം വിതച്ചത്. പുരയിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പുലർച്ചെ 2:30 സംഭവം. പ്രദേശവാസിയായ ജയന്റെ പുരയിടത്തിനു ചുറ്റുമുള്ള കമ്പിവേലി തകർത്താണ് കാട്ടാനക്കൂട്ടം വീട്ടുവളപ്പിൽ കയറിയത്. പറമ്പിൽ കയറിയ കാട്ടാന തെങ്ങും കവുങ്ങിൻ തൈകളും വാഴകളും നശിപ്പിച്ചു. സമീപത്തെ നെൽപ്പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ഒന്നര മാസം മുമ്പ് ഇതേ മേഖലയിലെ പൂക്കുന്നത്ത് ബാബുവിൻ്റെ നേരെ പാഞ്ഞടുത്ത കാട്ടാന ഏറെ ഭീതി പടർത്തിയിരുന്നു. അടിക്കടി അകമല മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി അടിയന്തരമായി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മാത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. നെല്ല് നമ്മുടെ മുഖ്യവസ്തുവാണ്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സമൂഹവും തൊഴിലാളികളും എന്നുവേണ്ട എല്ലാ വിഭാഗവും ആളുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയുള്ളവരാണ്. നമ്മളൊരു കാർഷിക പ്രദേശമാണ്. അപ്പോൾ ഈ ജില്ലയിൽ എന്നല്ല ഈ സംസ്ഥാനത്ത് തന്നെ കാർഷിക വൃത്തി അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഭക്ഷ്യോൽപ്പന്നമായതുകൊണ്ട് അതിന്റെ ഗൗരവം ഇരട്ടി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയത്. വർഷം തോറും നെല്ലിന്റെ സംഭരണ വില വെട്ടിക്കുറിച്ച് കർഷക ദ്രോഹപരമായ നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ G. ശിവരാജൻ പറഞ്ഞു. മാത്തൂർ ബംഗ്ലാവ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചുങ്കമന്നം സെന്ററിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ കർഷക കോൺഗ്രസ് മാത്തൂർ മണ്ഡലം പ്രസിഡന്റ് രാജീവ് അധ്യക്ഷനായി. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി നാരായണദാസ്,
കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PV പങ്കജാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അജിത് കുമാർ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ബ്ലോക്ക് ക്ഷീരസംഗമം ഓങ്ങല്ലൂർ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന സെമിനാർ, ക്ഷീരപ്രദർശനം, ഡയറി ക്വിസ്, കർഷകരെ ആദരിക്കൽ എന്നിവയും ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടാമ്പി ബ്ലോക്കിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2024-25 വർഷത്തെ പട്ടാമ്പി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ഓങ്ങല്ലൂർ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ഓങ്ങല്ലൂർ മിസ് കവ ന്യൂ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. നല്ല ഒരു ക്ഷീര സംഘമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പരിപാടികൾ, താഴത്ത് പ്രദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ക്ഷീര വികസന വകുപ്പും കൂടിയാണ് ഇവിടെ ഈ ഒരു പദ്ധതി ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കർഷകരെ, നമുക്കറിയാം കർഷകരെന്ന് പറഞ്ഞാൽ എല്ലാ കർഷകരും നമ്മുടെ നെടുങ്കോട് തന്നെയാണ്. ചടങ്ങിൽ ഓങ്ങല്ലൂർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റിനെ ആദരിക്കൽ, ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാലളന്ന വനിതാ SC വിഭാഗം കർഷകരെ ആദരിക്കൽ, ബ്ലോക്ക് പരിധിയിലെ 16ഓളം ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെ ആദരിക്കൽ എന്നിവ നടന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷനായി. ക്ഷീരവികസന ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, V രമണി, ബേബി ഗിരിജ, മറ്റ് ജനപ്രതിനിധികളായ K പുഷ്പലത, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, PP ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി ക്ഷീരവികസന ഓഫീസർ PB പ്രിയ, ഡോക്ടർ രവി, K കോരൻ, K സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ക്ഷീരപ്രദർശനം, ഡയറി ക്യൂസ്, ക്ഷീരവികസന സെമിനാർ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരം വെട്ടിമാറ്റാനുള്ള നടപടി നീളുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരമാണ് സമീപത്തെ റോഡിലേക്കും വീടുകളിലേക്കുമൊക്കെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നിരവധി യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്നത് ഈ മരത്തിന് സമീപത്തുള്ള പാതയിലൂടെയാണ്. കൂടാതെ ഓട്ടോ സ്റ്റാൻഡും യാത്രക്കാരുടെ വിശ്രമ സ്ഥലവും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും മരം ഭീഷണി തന്നെയാണ്. ശക്തമായൊരു കാറ്റടിച്ചാൽ ഏതു സമയവും മരം വീഴാവുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും മരം വെട്ടാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വൻ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് മരം വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം കംപ്ലൈൻറ്റ് എല്ലാം ചെയ്ത് ഇത് വെട്ടാൻ എന്നുള്ളൊരു ട്രാൻസ്ഫറൊക്കെ പറഞ്ഞു വന്നാണ്. ഇനി അത് വെട്ടി പോകുന്നൊരു കാണുന്നില്ല. ഇനി ഇവിടെ ചേർന്ന കുറേ ഓട്ടോറിക്ഷകളുണ്ട്. അപ്പുറത്ത് വീടുണ്ട്, ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ഇതിൻ്റെ കൊമ്പൊക്കെ വിരിഞ്ഞു വീണ ജീവഹാനികൾ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് എത്രയും വേഗം ഇതിന്ന് വെട്ടിമാറ്റിയിട്ട് ജനങ്ങളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ കിഴക്ക് ഭാഗത്തായിട്ടുള്ള മേൽപ്പറഞ്ഞ മതിലിൻ്റെ ഉയരത്ത് ഒരു വീഴാറായ വലിയൊരു മരം, പൂമരം തന്നെ പറയും. സാധാരണ തീരെ ബലമില്ലാത്തൊരു മരമാണ്. ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും അവരുടെ പാർക്കിംഗ് വാഹനങ്ങളൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് വളരെ ഭീഷണിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഏത് സമയത്തും കാറ്റും മഴയുള്ളൊരു കാലാവസ്ഥ. പണ്ടൊക്കെ വേനൽക്കാരും മഴക്കാരുണ്ട്. ഇപ്പോൾ ആ കാലങ്ങളൊന്നും മാറി. എല്ലാ സമയത്തും കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ ജനങ്ങളുടെ ആയുസിനൊക്കെ അപകടം വരുത്തുന്ന ഒരു പ്രവർത്തനം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഒരു മുന്നറിയിപ്പായി ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും വേഗം ഈ മരപ്പെടുന്ന് മുക്തി തരണമെന്ന് ഞാൻ ഈ നാട്ടിലെ ഒരു ചെറിയൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി ന്യൂ പവേഴ്സ് ക്ലബിന്റെയും ഫയർഫോഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തകൻ TH ഫിറോസ് ബാബു ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ജീവിതത്തിലെ സുരക്ഷയെ ആസ്പദമാക്കിയാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തീപിടുത്തമുണ്ടായാൽ എങ്ങനെ നേരിടാം തുടങ്ങിയവ സംബന്ധിച്ചാണ് ക്ലബ്ബ് പരിസരത്തെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമായി ക്ലബ്ബ് അങ്കണത്തിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫാഹിദ് ക്ലാസ് നയിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇതാ
കണ്ടല്ലോ, നമ്മൾ ഒരു നല്ല ഉറപ്പുള്ള തുണി എടുത്തു. ആ തുണിയെ 3 ഭാഗമാണ്. ഇതാ ഇത് ഭാഗം, ഇതുവരെ 2 ഭാഗം, ഇതോ 3 ഭാഗം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഭാഗം തീരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് വെച്ചു? നമ്മുടെ ഒന്നാമത്തെ റോഡ് വെച്ചു, ഒന്നാമത്തെ കമ്പ് വെച്ചു. ഓക്കെ, കമ്പ് റോഡ് എന്തും പറയാം. ഓക്കെ, മനസ്സിലാകുന്നില്ലേ? വെച്ചു. അതിനുശേഷം ആ ചെറിയ ഭാഗം ആ ഒന്നാമത്തെ കമ്പിന്റെ മുകളിലൂടെ എന്ത് ചെയ്തു? ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കമ്പിന്റെ മുകളിലൂടെ ഉള്ളിലേക്ക് മടക്കി. ചേട്ടോ, ക്ലിയർ അല്ലേ? മടക്കി. അതിനുശേഷം ഇപ്പൊ ആര് ലോക്കായി? ഒന്നാമത്തെ കമ്പ് ലോക്കായി. ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത്, സെക്രട്ടറി രവീഷ്, ദിനേശ്, അനൂപ്, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ സർക്കാർ ആയുഷ് വകുപ്പിന്റെയും മണ്ണൂർ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുഷ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പറയംകാട് AJB സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS മുത്തലി ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്തിലും അത് നടത്തി. വനിതകളെ ഉദ്ദേശിച്ചാണ്. വനിതകൾക്കറിയാം, നമുക്ക് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനിതകളിലേക്ക് രോഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ള ക്യാമ്പ് വെച്ചപ്പോൾ അതിൻ്റെ പങ്കാളിത്തം വളരെ കുറയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് നമുക്ക് പ്രൊജക്റ്റിൽ വെക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ വെച്ചു എല്ലാ പഞ്ചായത്തും നടത്തുന്ന ആളുകളുടെ പങ്കാളിത്തത്തിൻ്റെ കുറവ് അതിനകത്ത് ഉണ്ടായി. എങ്കിലും ഇവിടെ വലിയ പങ്കാളിത്തമുണ്ട്. നമുക്കറിയാം, ആയുർവേദത്തിലേക്കും ഒക്കെ തിരിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സൗജന്യ ആയുഷ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ അപർണ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗം VC പ്രീത സ്വാഗതം ആശംസിച്ചു. 100ഓളം ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ആശാപ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളിൽ ദ്വിദിന പഠന ക്യാമ്പ് ആരംഭിച്ചു. മേളിതം 2024 എന്ന പേരിലാണ് ക്യാമ്പ്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ സഹവാസ ക്യാമ്പിൽ നമ്മൾ നടത്തുന്ന വിവിധ തരം പ്രവർത്തനങ്ങൾ, അത് കലാമണ്ഡലമായിക്കോട്ടെ മറ്റ് വേറെ എന്തെങ്കിലും പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കൂട്ടായ്മ വളരുന്നതോടുകൂടി കുട്ടികളിലുള്ള മറ്റ് ആളുകളായിട്ടുള്ള ബന്ധം വളരെ ദൃഢവൽക്കരിക്കാൻ കഴിയും. അങ്ങനെ കുട്ടികളിൽ പഠനം മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങൾ, കല, കായികം, സമൂഹത്തിലുള്ള ഇടപെടൽ, അങ്ങനെയുള്ള എല്ലാ ഇടപെടലും വളർത്താൻ ഇതേപോലുള്ള സഹവാസ ക്യാമ്പുകളും മറ്റ് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളെയും ഒഴിച്ചു നിർത്താനും നമുക്ക് ഇങ്ങനെയുള്ള സഹവാസ ക്യാമ്പുകളെ കൊണ്ട് കഴിയുമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കണ്ണൂർ തിലാനൂർ LP സ്കൂളിൽ നിന്ന് 14 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 11:30 തിലാനൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളിൽ എത്തി. ഉദ്ഘാടന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മേരി സൂസൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഗ്രേസ് തോമസ്, തിലാനൂർ LP സ്കൂൾ ഹെഡ്മാസ്റ്റർ അനിൽകുമാർ, കബനി ടെക് CEO ഡോക്ടർ ശ്രീകാന്ത് മാധവൻ, തിലാനൂർ LP സ്കൂൾ അധ്യാപകൻ ഹരിപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. പഠന ക്യാമ്പിൽ ഐസ് ബ്രേക്കിംഗ്, പഴമകളും പെരുമകളും സന്ദർശിക്കൽ, നിളയുടെ തീരങ്ങളിൽ ഒരുമിച്ച്, തുടികൊട്ട്, നാടൻ പാട്ട് ശില്പശാല, കലയുടെ മടിത്തട്ടായ കലാമണ്ഡലം സന്ദർശനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ TJ സൗമ്യ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഏകീകൃത യൂണിഫോം വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹ്സിൻ MLA നിർവഹിച്ചു. സാധാരണ എല്ലാ പരിപാടികളെയും പോലെയല്ല, കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെ ഫണ്ട് വെച്ചുകൊണ്ട് അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രൈമറി പഠിക്കുന്ന അംഗൻവാടികളിലൂടെ ഉള്ള കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുകയാണ്. അതും നമ്മുടെ ലാബിലടക്കം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഒക്കെ ലാബിലോട് കൂടിയിട്ടുള്ള ഒരു നല്ല യൂണിഫോം, നല്ല കളറുമായിട്ടുള്ള യൂണിഫോമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ICDS എംബ്ലം കൂടി ഉൾപ്പെടുത്തിയ ബാഡ്ജ് സഹിതമുള്ള ഏകീകൃത യൂണിഫോമാണ് വിതരണം ചെയ്തത്.
പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, രക്ഷിതാക്കളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, പ്രീ സ്കൂൾ ക്ലാസുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം പദ്ധതിക്ക് തുടക്കമിട്ടത്. വെളിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ K ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AK ഉണ്ണികൃഷ്ണൻ, രാജി മണികണ്ഠൻ, നീലടി സുധാകരൻ, K ബിന്ദു, K സിന്ധു, അമ്പിളി, ദിവ്യ വിജയൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. P ലേഖ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സ്പെക്ട്രം 2024 തൊഴിൽമേള ഡിസംബർ 6 മലമ്പുഴ ITIയിൽ നടക്കും. സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പാൾ EK മുഹമ്മദ് അഷ്റഫ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽ നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുണ്ട്. 1500-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പാൾ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. ജില്ലയിലെ സർക്കാർ, സ്വകാര്യ, പട്ടികജാതി വകുപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനാകും. DWMS പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും മുഹമ്മദ് അഷ്റഫ് അറിയിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2017 മുതൽ സ്പെക്ട്രം തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നു. ITIകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക, വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഈ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 9 സർക്കാർ ITIകൾക്ക് പുറമെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3 സ്വകാര്യ മേഖലയിൽ 17 സ്ഥാപനങ്ങളാണുള്ളത്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ NTC, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ STC, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NSC എന്നിവ കരസ്ഥമാക്കിയ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തൊഴിൽ മേള പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്പെക്ട്രം 2024 മേളയുടെ ഉദ്ഘാടനം V ജനാർദ്ദനൻ, TV ശ്രീജിത്ത്, TP ബിജേഷ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ അറബി വാരാചരണം തുടങ്ങി. അധ്യാപകനും അറബി പണ്ഡിതനുമായ ഡോക്ടർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ S ശാന്തിലാൽ അധ്യക്ഷത വഹിച്ചു. മാനേജർ A ആനന്ദ്, K മുഹമ്മദ് ഷിയാസ് എന്നിവർ പ്രസംഗിച്ചു. അറബി ക്വിസ്, കളറിംഗ് മത്സരം, ഓർമ്മ പരിശോധന, ബാഡ്ജ് നിർമ്മാണം, സംഭാഷണം തയ്യാറാക്കൽ, അവതരണം എന്നിവയുണ്ടായി. വിവിധ മത്സര വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ CPM നേതാവ് അബ്ദുൾ റഹ്മാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പത്തിരിപ്പാലയിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഹരിതകർമ്മസേനയുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നു. അതും വളരെ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സഖാവും കൂടിയാണ്. പിന്നെ പള്ളി കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏത് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്താലും ആ സഖാവ് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളിലെല്ലാം അതാത് വിഭാഗം ജനങ്ങൾക്ക് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വളരെ താല്പര്യത്തോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ജനകീയ അംഗീകാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷനായി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി,
വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ തങ്കപ്പൻ, PK അശുജിത്ത്, VM അൻവർ സാദിഖ്, സുജിത് കുമാർ, TR ശശി, PC സുമ, പ്രമോദ്, PM യൂസഫ്, PK പുരുഷോത്തമൻ, KB ശശിധരൻ എന്നിവർ സംസാരിച്ചു. വൻ ജനാവലിയാണ് അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തത്. CPM പ്രാദേശിക നേതാവും ചന്ദനപ്പുറം സ്വദേശിയുമായ അബ്ദുൾ റഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ നിന്നും 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പോസ്റ്റ് മാസ്റ്റർ നാരായണിക്കുട്ടിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം B സരിത യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് നാട്ടുകാരും പഞ്ചായത്ത് അംഗവും ചേർന്ന് നാരായണിക്കുട്ടിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഉപഹാരങ്ങളും സമ്മാനിച്ചു. ചടങ്ങിൽ കുമ്മനാട്ട് ശിവദാസൻ അധ്യക്ഷനായി. മണ്ണൂർ പ്രധാന പോസ്റ്റ് ഓഫീസർ ഷാജിമോൻ MK മുഖ്യ അതിഥിയായി. കുമ്മനാട്ട് കൃഷ്ണൻകുട്ടി നായർ, K രത്നവല്ലി, K അമ്പിളി, K സുരേഷ് കുമാർ, പോസ്റ്റ്മാൻ വാസു, C വിനോദ്, PH ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. അതിനുവേണ്ടി ഇങ്ങനെയൊരു ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആദ്യമായി തന്നെ ഇനി ഇവിടുന്ന് പോയാലും നല്ലൊരു ശാന്തി സമാധാനം നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. യാത്രയപ്പിന് നാരായണിക്കുട്ടി നന്ദി അറിയിച്ചു. ഉള്ളൊരു ഇതാണ് ഇത്. ഇത്ര ദിവസം ഇവിടെ നിന്നാലും ഞങ്ങൾ ഒരു കാരണത്താലും ഒരു വാക്ക് അങ്ങോട്ട് പറയുകയും ഇങ്ങോട്ട് പറയുകയും ഉണ്ടായിട്ടില്ല. അവർ എന്നോട് സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറിയിരുന്നു. എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മൊഹ്സിൻ MLA സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KSEBയുടെ സ്വന്തം സ്ഥലത്താണ് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപീകരിച്ച കാലം മുതൽ വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതുതായി നിർമ്മിച്ച KSEBയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത്. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KSEBയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയാവും. മുഹമ്മദ് മൊഹ്സിൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, KSEB മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മൊഹ്സിൻ MLA സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ളൊരു ഓഫീസാണ്. അത്യാവശ്യം ആളുകൾ ക്യാഷ് അടക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും. ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG പോറ്റി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയേഷ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുത്തി പഞ്ചകർമ്മയുടെ നേതൃത്വത്തിൽ വാണിയംകുളം തൃക്കങ്ങോട് അംഗൻവാടിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ AP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. 100-ലേറെ പേർ മെഡിക്കൽ ക്യാമ്പിൽ ചികിത്സ തേടി. ഒറ്റപ്പാലം വെറ്ററൻസ് ഫുട്ബോൾ കൂട്ടായ്മയുടെ VFC ലീഗ് സീസൺ 4 ഡിസംബർ 8 ആരംഭിക്കും. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള 4 ടർഫ് ഗ്രൗണ്ടുകളിൽ 2025 ജനുവരി 21 വരെയാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2021 വാട്സാപ്പിലൂടെ തുടങ്ങിയ പഴയകാല പന്തുകളിക്കാരുടെ കൂട്ടായ്മയാണ് ഒറ്റപ്പാലം വെറ്ററൻസ് ഫുട്ബോൾ കൂട്ടായ്മ. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള മുൻകാല ഫുട്ബോൾ കളിക്കാരെ ഒത്തൊരുമിപ്പിച്ച് മുന്നോട്ടു പോവുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനിടെയാണ് ഫുട്ബോൾ ലീഗ് എന്ന ആശയം ഉയർന്നു വന്നത്. ഇതേ തുടർന്ന് 2021 4 ടീമുകളെ പങ്കെടുപ്പിച്ച് ആദ്യ ലീഗ് സംഘടിപ്പിച്ചു. 2022 ഇതിനെ 8 ടീമുകളായി വികസിപ്പിച്ചു. 2023 8 ടീമുകളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച വെറ്ററൻസ് ലീഗ് വൻ വിജയമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ സീസണിൽ ഒറ്റപ്പാലം, പാമ്പാടി, വാണിയംകുളം, തൃക്കടീരി, പത്തിരിപ്പാല എന്നീ ടർഫുകളിലായാണ് വെറ്ററൻസ് ലീഗ് സംഘടിപ്പിക്കുക. ഇത്തവണ 10 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഡിസംബർ 8 പാമ്പാടി ടർഫിലായിരിക്കും ഉദ്ഘാടന ചടങ്ങ്. ലീഗ് സീസൺ 4 വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജ് സഹകരിക്കുന്നുണ്ടെന്നും അവരുടെ മെഡിക്കൽ സപ്പോർട്ട് ഈ സീസൺ മുഴുവൻ ഉണ്ടായിരിക്കുമെന്നും 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയുകയെന്നും
VFC ഭാരവാഹികൾ അറിയിച്ചു. പഴയ കളിക്കാരനായിരിക്കുമല്ലോ. പഴയ കാലത്തെ പിന്നെ ഒറ്റപ്പാലത്തിനൊരു പാരമ്പര്യം ഉണ്ടല്ലോ. ഒറ്റപ്പാലം ഈ നമ്മുടെ ഒറ്റപ്പാലത്തിനായിട്ടൊരു ഫുട്ബോളിൻ്റെ പാരമ്പര്യമുണ്ട്. പഴയ കളിക്കാർ ഭാസ്കറിൻ്റെ ഫാദറൊക്കെ 61-ലാണ് 1961 പന്ത് ട്രോഫി കളിച്ചിട്ടുള്ളൊരു പ്ലെയർ. അതേമാതിരി ഒറ്റപ്പാലത്ത് തന്നെ പഴയ ട്രാൻസ്പോർട്ട് കാഫി ഉണ്ടെന്ന് പറയുന്നത്, കർക്കുട്ടിക്ക എന്ന് പറയുന്ന മുഹമ്മദ് ഋഷിക്ക, മലായിക്ക എന്ന് പറയുന്ന പഴയ പ്ലെയേഴ്സുകളും അങ്ങനെ കുറേ പ്ലെയേഴ്സുകളിന് ജന്മം കൊടുത്തിട്ടുള്ളൊരു നഗരമാണ് നമ്മുടെ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പാരമ്പര്യം ഞങ്ങളും കാത്തു സൂക്ഷിക്കണം. അവരുടെ പിൻതലമുറക്കാരെന്ന നിലയിൽ ഞങ്ങളത് കാത്തു സൂക്ഷിക്കുകയാണ്. ഇപ്പോഴും പുതിയ തലമുറയിൽ വന്ന ആഷിഖ് ഉസ്മാനൊക്കെ അഖിലേന്ത്യ പ്ലെയറാണ്, ലീഗ് കളിക്കുന്ന പ്ലെയറാണ്. 200 അംഗങ്ങളാണ് നിലവിൽ VFCക്കുള്ളത്. വാർത്താ സമ്മേളനത്തിൽ TP രാജേഷ് ബേബി, VK അലി അഷ്കർ, TG അനിൽ, CP സലീം, M അബ്ദുൽ സാജിദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാമത്സരമായ സിബാക് 24ന്റെ പ്രാഥമിക മത്സരങ്ങൾ ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കും. പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ 400-ലധികം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ എന്ന വിഷയത്തിൽ നടക്കുന്ന സിബാഗിൽ ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ള 10 സ്ഥാപനങ്ങളിൽ നിന്നായി 400-ൽ പരം മത്സരാർത്ഥികൾ 3 വിഭാഗങ്ങളിലായി 100-ലധികം മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഡിസംബർ 6-ന് വൈകിട്ട് 7 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത വൈസ് പ്രസിഡന്റ് MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ദുവാ നേതൃത്വം നൽകും. പ്രശസ്ത കാതികൻ KS മൗലവിയുടെ ചരിത്ര കഥാപ്രസംഗവും നടക്കും. ദാറുൽ ഹുദ സെക്രട്ടറി U ഷാഫി ഹാജി മുഖ്യപ്രഭാഷണം നടത്തും. നൂറുൽ ഹിദായ ഇസ്ലാമിക് മാനേജ്മെന്റ് ഭാരവാഹികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ചെമ്മാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥിരമായ കാൽവെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ നിൽക്കുകയാണ്. 40ാം വാർഷികം ആഘോഷിക്കാൻ നിൽക്കുന്ന, റൂബി ജൂബിലി ആഘോഷിക്കാൻ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരത്തിൽ 40ഓളം സഹസ്ഥാപനങ്ങളാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. അതിന് കീഴിലായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള 2 സ്ഥാപനങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി. നൂറുൽ ഹിദായ ഇസ്ലാമിക് സെൻ്ററാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സിബാക്ക് 2025 ദാറുൽ ഹുദ അന്തർ കലാലയങ്ങളുടെ കലാസാഹിത്യ മത്സരമായ സിബാക്കിന്റെ പ്രാഥമിക റൗണ്ട് നടക്കുകയാണ്. ബിദായ, ഊല, സാനിയ, സാനവിയ, ആലിയ, കുലിയ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. ഇതിൽ ആദ്യ 3 ഇനങ്ങളിലെ മത്സരങ്ങളാണ് നൂറുൽ ഹിദായയിൽ നടക്കുകയെന്ന് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി, കൺവീനർ അബ്ദുൽ ലത്തീഫ് ഹുദവി, ഖജാൻജി P ഉസ്മാൻ ഹാജി, KM മുജീബുദ്ദീൻ, CS ഹൈദ്രൂസ് മാസ്റ്റർ, CV റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിൽ. പുതിയ സ്റ്റേഷൻ കവാടവും ടിക്കറ്റ് കൗണ്ടറും തുറന്നു നൽകി. പുതിയ കെട്ടിടത്തിൽ ഇരുവശങ്ങളിലായി 8 ടിക്കറ്റ് കൗണ്ടറുകൾ സജ്ജീകരിച്ചതോടെ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരം. ഡിസംബർ അവസാനത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് അധികൃതർ. തൃശൂർ പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ഓഫീസിന്റെ ചില്ല് തകർത്തു. മാർച്ച് 3 മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ 6 ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട്. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. വെളയൂർ PHCയിലെ ഫാർമസി ജീവനക്കാരിയെ CPM ഉദയപുരം ബ്രാഞ്ച് സെക്രട്ടറി അപമാനിച്ചതായി പരാതി. സംഭവം ഗർഭിണിയായ യുവതി 3 മാസത്തെ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനെത്തിയപ്പോൾ. യുവതി വൈകിയെത്തിയതിനെ ചോദ്യം ചെയ്തെന്നും യുവതിയെ മൊബൈൽ ക്യാമറയിൽ അനുവാദമില്ലാതെ പകർത്തിയെന്നും ആക്ഷേപം. ബ്രാഞ്ച് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ NGO പ്രതിഷേധം. അകമലയിൽ വീണ്ടും ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചെക്കിയാർകുന്ന് മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ.
ഗ്രാമസഭയുടെ തീരുമാനത്തിന് സുപ്രീം കോടതി വിധിയുടെ വിലയുണ്ടെന്ന് കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്. ഇക്കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രാമസഭാ തീരുമാനത്തെ ലംഘിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കോ അധികാരമില്ലെന്നും അഡ്വക്കേറ്റ് ജോൺ ജോസഫ്. മുതുതല പഞ്ചായത്തിൽ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന് UDF. പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷൊർണൂരിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് സമഗ്ര പുനഃസംഘടന സംബന്ധിച്ച സെമിനാർ സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ. പട്ടാമ്പി ബ്ലോക്ക് ക്ഷീരസംഗമം ഓങ്ങല്ലൂരിൽ സംഗമത്തിൽ ക്ഷീരകർഷകർക്ക് ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.